ഇനി മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറത്ത് വിവിധ പഞ്ചായത്തുകളിൽ LDFന്റെ മുന്നണി ബന്ധം തന്നെ തകർന്നു. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിൽ മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ CPI ഒരു സീറ്റും നൽകാതെ അവഗണിച്ചതോടെയാണ് CPI 2 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. മരത്തിൻകടവിലും താളിപ്പാടത്തുമാണ് CPI മത്സരിക്കുക. ഞങ്ങൾ മൂത്തേടം പഞ്ചായത്തിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മൂത്തേടം പഞ്ചായത്തിലെ മരത്തിൻകടവ് എന്ന് പറയുന്ന 1-ാം വാർഡും മൂത്തേടം പഞ്ചായത്തിലെ താളിപ്പാടം എന്ന് പറയുന്ന 3-ാം വാർഡും അത് ഒരിക്കലും CPM ജയിക്കാത്ത വാർഡാണ്. പക്ഷെ മണ്ഡലമായിട്ട് ഞങ്ങൾ ആലോചിച്ചപ്പം മണ്ഡലം കമ്മിറ്റി നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കാനാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ചിഹ്നത്തിൽ അരുവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ തന്നെ ഞങ്ങൾ 2 വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അർച്ചന രവീന്ദ്രൻ. ഒരു സീറ്റ് പോലും കൊടുക്കാതെ ആകെ അവഗണനയാണ്. അതിലൊരു പ്രതിഷേധമല്ലേ? ജയിക്കില്ല എന്ന് ഉറപ്പുള്ള വാർഡാണെങ്കിലും മത്സരിക്കാനായിട്ട് ഇപ്പോൾ CPI തയ്യാറായിരിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. സുജിയ, തീർച്ചയായും ഇതുവരെ നമ്മൾ മലപ്പുറത്ത് നിന്ന് കണ്ടത് യുഡിഎഫിന് ഉള്ളിലുള്ള കലഹങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ LDFനുള്ളിലെ കലഹങ്ങളും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു മാധവ് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു CPM CPI മുന്നണി തമ്മിലുള്ള ഒരു വലിയൊരു പ്രശ്നം രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPI ഒരു സീറ്റ് ചോദിച്ചു, CPMനോട് സീറ്റ് ചോദിച്ചു. എന്നാൽ ആ സീറ്റ് നൽകാൻ CPM തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്നാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമാക്കുന്നത്. ഒപ്പം തന്നെ ഒരു വാർഡിൽ മാത്രമല്ല 2 വാർഡുകളുമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മത്സരം നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള മത്സരത്തിൽ തന്നെയായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു പഞ്ചായത്തും സാക്ഷ്യം വഹിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഈ ഒരു പഞ്ചായത്ത് മാത്രമല്ല, വെട്ടത്തൂർ പഞ്ചായത്ത് ആയിക്കോട്ടെ, മലപ്പുറത്തെ പല പഞ്ചായത്തിലും ഇത്തരത്തിൽ മുന്നണി ബന്ധം വിട്ടിട്ടാണ് CPMഉം CPIയും മത്സരിക്കുന്ന അല്ലെങ്കിൽ എതിർദിശയിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്നാലും വലിയ രീതിയിലുള്ള മത്സരത്തിനായിരിക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മത്സരം തന്നെയായിരിക്കും UDFന്റെ ആയാലും LDFന്റെ ഭാഗത്തു നിന്നായിരിക്കും മലപ്പുറത്ത് നിന്നും ഉണ്ടാവുക. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് അർച്ചന രവീന്ദ്രനാണ്. ഈ വിള്ളൽ പരിഹരിക്കപ്പെടുമോ അതോ അത് പ്രതിസന്ധിയായി മാറുമോ, എന്താണ് അവിടെ സംഭവിക്കുക എന്നറിയാൻ കാത്തിരിക്കാം.